നീ വിഷമിക്കാതെ. അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇനി അങ്ങനെ ഒരു അഡ്മിഷൻ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മ അധികകാലം അവിടെ തുടരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു ക്ലാസ് റൂമിലെ ബെഞ്ചിൽ നമ്മുടെ അമ്മ അടങ്ങിയിരിക്കാനോ എത്ര സമയം? അത് നേരാ. അതിനുള്ള ക്ഷമയൊന്നും നമ്മുടെ അമ്മയ്ക്ക് എന്തായാലും ഇല്ല. വിത്തിൻ നോ ടൈം അമ്മയ്ക്ക് ഇത് മതിയാവും. നോക്കിക്കോ. അതെ. പക്ഷെ അതുവരെ നീ ഒരു അല്പം ക്ഷമ കാണിച്ചാ പറ്റൂ. അത് കൊള്ളാം. ഞാൻ എന്തിനു ക്ഷമിക്കണം? അമ്മയെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങൾ എല്ലാരും കൂടെ എന്താ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണോ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. കാരണം നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിച്ചില്ലല്ലോ. കൊച്ചേട്ടൻ കോളേജിലേക്കും വലിയേട്ടൻ ജോലിക്കും പോകും. സ്കൂളിൽ അമ്മയെ സഹിക്കേണ്ട ചുമതല എനിക്ക് മാത്രാ. സ്കൂളിൽ അമ്മ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞ് പിള്ളേരെന്നെ കളിയാക്കി കൊല്ലും. എല്ലാവരുടെ മുന്നിൽ ഞാൻ ഒരു കോമാളിയാവും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്തു പറ്റി മീനു? കരയണ്ട മോളെ, കരയണ്ട. മീനു, മാധവമ്മേ, എനിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി മാധവമ്മേ. സുധാമണി, നീ സൂപ്പറാണ്. എന്റെ മോള് നന്നായി വരും. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ പോരാട്ടം ഞാൻ എന്റെ ജീവിതത്തിലും തുടരാം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. പിന്നില്ലേ, ഈ സന്തോഷ വാർത്ത ഞാൻ ആദ്യം അറിയിച്ചത് ഗണേശനെയും അൻസാരി വക്കീലിനുമാ. പിന്നെ ഇപ്പോതാ എന്റെ മാധുക്കുട്ടീനെയും. ഇനി വേണം വീട്ടിൽ ചെന്ന് എന്റെ പിള്ളേരോടല്ലേ ഇത് പറയാൻ. നിന്റെ വീട്ടിലെ എല്ലാവരും അറിഞ്ഞു. ഇക്കാര്യം അറിഞ്ഞേ മീനാക്ഷി വല്ലാത്ത ദേഷ്യത്തിലാണ്. അവള് മഞ്ജുളയുടെ വീട്ടിലാവുള്ളത്. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അവളുടെ ദേഷ്യം നടങ്ങട്ടെ. ഇപ്പൊ അവള് പറയുന്ന കാര്യങ്ങള് നിനക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല സുധാമണി. തൽക്കാലം നിന്റെ സന്തോഷം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അവളുടെ മനസ്സൊന്ന് തണക്കാൻ നീ കുറച്ച് സമയം കൊടുക്കേ. മീനുട്ടി, സമയം ഒരുപാടായി. സുധീച്ചയ്ക്ക് നല്ല വിഷമമായിട്ടുണ്ടാവും. എന്തൊക്കെയായാലും മോളുടെ അമ്മയല്ലേ. ഈ ഒരു ചെറിയ കാര്യത്തിന് അമ്മയോട് ഇങ്ങനെ പിണങ്ങാൻ പാടുണ്ടോ? ചെറിയ കാര്യമോ? നിങ്ങൾക്കൊക്കെ എങ്ങനെ ഒരു ചെറിയ കാര്യമാവുന്ന എനിക്ക് മനസ്സിലാവാതെ. നിങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഈ ലോകത്ത് എത്ര അമ്മമാരുണ്ട്. അവരാരെങ്കിലും സ്വന്തം മോളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നുണ്ടോ? എന്റെ സ്കൂളിൽ എന്റെ കൂട്ടുകാർക്കിടയിൽ, ടീച്ചർമാർക്കിടയിൽ എനിക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? വയസ്സാം കാലത്ത് പഠിക്കാൻ വന്നേക്കുന്നു. എന്നെ നാണം കെടുത്താൻ വേണ്ടി മാത്രാ അമ്മ ഇത് ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, സുധീച്ച് ജീവിക്കുന്നത് നിങ്ങൾ മക്കൾക്ക് വേണ്ടി മാത്ര. അങ്ങനെയെന്നാ ഞാനും വിചാരിച്ചിരുന്നേ. പക്ഷെ ഇപ്പൊ മനസ്സിലായി അതല്ലെന്ന്. അമ്മ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നത്. സെൽഫിഷ് അമ്മ, പക്കാ സെൽഫിഷ്. അതേടി, അമ്മ സെൽഫിഷാ. നീ അങ്ങനെ തന്നെ പറയണം. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് ഞാൻ ഇതന്നെ കേൾക്കണം. അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ സുധേച്ചി. ചേച്ചി അതൊന്നും കാര്യാക്കണ്ട. മീനുവിനെ വിളിച്ചോണ്ട് വേഗം വീട്ടിലേക്ക് ചെല്ല് മോളെ. ഇല്ല, ഞാൻ അങ്ങോട്ട് പോവില്ല. അതിനേക്കാൾ ഭേദം വല്ല കടലിലും ചാടി ചാവുന്നതാ. എന്നാ നീ പറഞ്ഞേ? എന്താ നിർത്തിക്കളഞ്ഞേ? അടിക്കുന്നില്ലേ? ഞാനിതന്നെ കേൾക്കണം. എനിക്കറിയാം മഞ്ജു, ഇവരെ അച്ഛന് ഉള്ളപ്പോ ഇല്ലാത്തപ്പോ ജീവിതത്തിൽ ഞാനൊന്നും സന്തോഷിച്ചിട്ടില്ല. ഒരു നിമിഷം പോലും
ഞാൻ എന്നെ പറ്റി ആലോചിച്ചിട്ടില്ല. ഊണിലും ഉറക്കത്തിലും എന്റെ മക്കള്, ഓരോ ഭാവി, ഓരോ പഠിപ്പ്, ഇതിനെപ്പറ്റി മാത്രം ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷം അനുഭവിക്കാൻ എനിക്കും അവകാശമില്ല. അങ്ങനെ എന്റെ സ്കൂളിൽ പഠിക്കാൻ വന്നിട്ട് എന്നെ നാണം കെടുത്തി അമ്മ അങ്ങനെ സന്തോഷിക്കണ്ട. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നാണക്കേട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അത് സത്യ. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ അപ്പുറം അനുഭവിക്കേണ്ടി വന്നേനെ. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പൊ അതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവം കാണിച്ച ചതിനേക്കാളും വലുതല്ലല്ലോ എന്റെ മക്കൾ എന്നോട് കാണിക്കുന്നത്. ഒരു സ്ത്രീക്ക് സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ വേണ്ട സമയം ഏതാണെന്നറിയോ? ഓള് ഗർഭിണിയായിരിക്കുന്ന സമയം. ആ സമയത്ത് പോലും എനക്ക് ഒരു സ്വസ്ഥതയും എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. അമ്മയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയായിരിക്കും അച്ഛൻ അങ്ങനെ ആയിപ്പോയത്. അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഇതുവരെ അമ്മ ജീവിച്ചതെന്ന്. അപ്പൊ എന്നെ അമ്മ അമ്മയുടെ മോളായിട്ട് കൂട്ടിയിട്ടില്ലേ? അതുകൊണ്ടാണോ എന്റെ സ്കൂളിൽ വന്ന് അമ്മ എനിക്ക് നാണക്കേടുണ്ടാക്കുന്നേ? അമ്മമാർക്ക് മാത്രമല്ല, പെൺമക്കൾക്കും അച്ഛന്റെ സ്നേഹവും കരുതലും ഒക്കെ വേണം. എന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ അമ്മ ഇതൊക്കെ ചെയ്യുമായിരുന്നോ? നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ നീ ഇപ്പൊ ഒന്ന് വീട്ടിലേക്ക് വാ മോളെ. അമ്മ എന്നോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ മീനാക്ഷി? ചെല്ല, അമ്മയല്ലേ വിളിക്കുന്നേ? ഇല്ല, എന്നെ നാണം കെടുത്താനുള്ള ഈ തീരുമാനം ഉപേക്ഷിച്ചു എന്ന് പറയാതെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. മീനുട്ടി, സുധേച്ചി വിഷമിക്കണ്ട, കുറച്ച് കഴിയട്ടെ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് അയക്കാം. എനിക്ക് എന്റെ മക്കള് മാത്രമേ ഉള്ളൂ മഞ്ജു. അവരെന്നെ വെറുത്താ പിന്നെ ഈ സുധാമണി ജീവിച്ചിരിക്കൂല. പുറമെ ഓർക്ക് മുമ്പിലെല്ലാം ഞാൻ ചിരിച്ചു കാണിച്ചും ധൈര്യം അഭിനയിച്ചും ജീവിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഉള്ളിൽ ഇതുവരെ എറിഞ്ഞിട്ടുള്ളത് കനല് മാത്രം. അതിന്റെ ചൂടില ഈ ജന്മ ഇതുവരെ സുധാമണി ജീവിച്ചു തീർത്തത്. അതും കൂടി നീ അവളോടൊന്ന് പറഞ്ഞേക്ക്. മീനാക്ഷിയോട് സംസാരിക്കുന്ന കാര്യം എന്തായി? ഓള് ദേഷ്യവും വൈരാഗ്യം കളഞ്ഞ് എന്റെ വഴിക്ക് വരുവാ. ബെസ്റ്റ്. അവളെ ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനു വേണ്ടി വെച്ച വെള്ളമേ അമ്മ അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഈ കുട്ടി എന്താപ്പ ഇങ്ങനെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി? അമ്മയ്ക്ക് അതൊരു ചെറിയ കാര്യമായിരിക്കും. അത് അമ്മയുടെ പ്രായവും അനുഭവങ്ങളും കൊണ്ട് തോന്നുന്നതാ. പക്ഷേ അവളൊരു കൊച്ചു കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, അവൾ ഒരു സ്കൂൾ ടോപ്പറോ മറ്റോ ആയിരുന്നെങ്കിലും അവൾ ഒരിക്കലും ഈ കാര്യത്തില് ഇത്രയും കടുംപിടുത്തം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിത്തത്തിന്റെ കാര്യത്തില് അവൾ ഇപ്പൊ തന്നെ സ്കൂളിൽ നിന്ന് ഒത്തിരി പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അമ്മയും കൂടി അവിടെ ചെല്ലുമ്പോ അത് ഉറപ്പായിട്ടും ഡബിൾ ആവും. അത് തന്നെയാ അവളുടെ പേടിയും. അതുകൊണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യമല്ല അമ്മേ. എന്തായാലും ഓളിങ്ങ് വരട്ടെ. ഇങ്ങക്ക് പറ്റൂലെങ്കിൽ ഞാൻ തന്നെ അവളോട് സംസാരിച്ചോളാം. ഇന്നിനി അമ്മ അവളെ പ്രതീക്ഷിക്കണ്ട. മിക്കവാറും അവള് മഞ്ജുളേച്ചിയുടെ വീട്ടിൽ സ്റ്റേ ആവും. അത് ശരിയാവൂലല്ലോ. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ട് വേറെ ആളെ വീട്ടിൽ പോയി കിടക്കുവാ? അത് പെൺകുട്ടികള്. അമ്മ ഇപ്പൊ അവളെ വിളിച്ചു വരുത്താനൊന്നും നിക്കണ്ട. മഞ്ജുള ചേച്ചി അമ്മയുടെ ബെസ്റ്റ് ബഡ്ഡിയല്ലേ. ഇന്ന് ഒരു രാത്രി അവിടെ നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ഹലോ ആന്റി,
മോളെ ഉറക്കായോ? ഇല്ല ആന്റി, പറഞ്ഞോളൂ. ശബ്ദത്തിലെന്തോ കുറച്ച് ഗൗരവം ഉണ്ടല്ലോ. ഇന്ന് മോളെ പാർട്ടിക്ക് വരാത്തതില് ബാലുവിനോട് ദേഷ്യമൊന്നും തോന്നാറ്. അത്രയ്ക്ക് പ്രശ്നങ്ങൾ എന്നോടാ. പഠിക്കാനുള്ള എന്റെ ആഗ്രഹം ഇത്രയും വലിയൊരു ആറ്റം പോകുമ്പോ ആവുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല മോളെ. പാർട്ടിയുടെ കാര്യം ഓർത്ത് ആന്റി വിഷമിക്കണ്ട. ഒരു കണക്കിന് ബാലു വരാത്തത് നന്നായി. അതെന്താ മോളെ? ഹാ, അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അവിടുത്തെ ഇഷ്യൂസ് എന്താന്ന് പറ. സത്യത്തിൽ എല്ലാരെയും മുന്നിൽ വെച്ചിട്ട് മീനാക്ഷി എന്നോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് വല്ലാണ്ട് വിഷമായി മോളെ. അവളുടെ സ്വഭാവം ആന്റിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. ദേഷ്യം വരുമ്പോ എന്തെങ്കിലും വിളിച്ചു പറയുന്നല്ലാതെ അവളൊന്നും മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന ടൈപ്പല്ല. അതെനക്കറിയാം മോളെ. എന്നോട് ഒറ്റക്കാണെങ്കിലോ ബാലുവിന്റെയും സാഗറിന്റെയും മുമ്പിൽ വെച്ചിട്ടോ ഓൾ അങ്ങനെ സംസാരിക്കുന്നതിൽ എനിക്ക് ഒരു വിഷമമില്ല. ഇതുപോലെ ഈ കോളനിയില് എല്ലാരും കേട്ടോണ്ട്. ഞാനിപ്പോ എന്താ ആന്റി പറയാ? ഞാൻ അവളോട് സംസാരിക്കണോ? മോൾ ഓളോടല്ല, ബാലുവിനോടാ സംസാരിക്കണ്ടേ. ഓള് പറഞ്ഞെല്ലാം കേട്ടിട്ട് ബാലു മിണ്ടാണ്ട് നിന്നു മാത്രല്ല, ഓൻ മീനുവിന്റെ ഭാഗം ന്യായീകരിച്ച് എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. മീനു നീ പറഞ്ഞ പോലെ ഒരു കുട്ടിയാ, സമ്മതിച്ചു. ഒന്നും ആലോചിക്കാണ്ട് എന്തെല്ലോ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി ക്ഷമിക്കാം. പക്ഷെ എന്റെ ബാലു അങ്ങനെയാണോ? എന്റെ കഷ്ടപ്പാട് മുഴുവനും കണ്ടു വളർന്നോനാ. ഓൻ എനിക്ക് താങ്ങായി നിന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും മോളെ. അയ്യേ, ആന്റി ഇങ്ങനെ ഇമോഷണൽ ആകല്ലേ. അത് ഞാൻ അറിയുന്ന സുധാന്റിക്ക് ഒട്ടും ചേരുന്ന കാര്യമല്ല. പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ആന്റി കൂളായിട്ടിരിക്കെ. ഞാനല്ലേ പറയുന്നേ. ബാലുവിനോട് ഞാൻ സംസാരിക്കാം. അമ്മയുടെ അത്ര ഇല്ലെങ്കിലും എന്നോടും ഒരല്പം ഇഷ്ടമുള്ള ഒരാളല്ലേ ബാലു. പക്ഷെ ആരൊക്കെ എത്ര എതിർപ്പ് പ്രകടിപ്പിച്ചാലും എടുത്ത തീരുമാനത്തിൽ നിന്ന് ആന്റി ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് പോകരുത്. ആ ഒരു ഉറപ്പ് ആന്റി എനിക്ക് തരണം. ഒരിക്കലും പിന്മാറില്ല മോളെ. ഇത് സുധാമണിന്റെ വാക്കാ. സുധാമണി ഒരു വാക്ക് പറഞ്ഞ അത് വാക്കായിരിക്കും മോനെ ദിനേശ. ഹലോ, എന്താ ഈ ഇരുന്ന് ആലോചിച്ച് കൂട്ടുന്നേ? പഠിച്ചു വല്ല ബഹിരാകാശ സഞ്ചാരിയോ ശാസ്ത്രജ്ഞനോ വല്ല ആവാനുള്ള പ്ലാനിങ്ങിലാണോ? ഒന്ന് പോടാ കളിയാക്കാൻ. നാളെ മുതൽ നമ്മളെ ജീവിത രീതിയെല്ലാം മാറാൻ പോന്നല്ലേ. ഇങ്ങക്കുള്ള ഭക്ഷണവും എന്റെ രാവിലത്തെ ടിഫിന്റെ ഓർഡറുകളെല്ലാം മുടങ്ങാണ്ട് കൃത്യമായിട്ട് നടക്കണ്ടേ? വേണമല്ലോ. അപ്പോ എല്ലാത്തിനും സമയം കണ്ടെത്തണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം, എങ്ങനെയെല്ലാം സമയം ഉണ്ടാക്കിയെടുക്കണമെന്ന് നല്ലപോലെ ചിന്തിച്ച് ചെയ്താലേ കാര്യങ്ങൾ കറക്റ്റ് ആവും. അതോർത്ത് അമ്മ ഒരുപാട് വറി ചെയ്യണ്ട. അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും സമയവും വെച്ച് ഒരു ലിസ്റ്റ് എഴുതി തലേ ദിവസം എന്നെ ഏൽപ്പിച്ചാ മതി. ഒക്കെ ഞാൻ റെഡിയാക്കി തരാം. ലിസ്റ്റെല്ലാം ഞാൻ തരാം. പക്ഷെ കൃത്യമായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഇതാ അമ്മയുടെ കുഴപ്പം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെ പോലെ പറന്നെത്തും ഈ സഗർ എലിയാസ് ജാക്കി. പിന്നെ ചന്തിമില് വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങുന്നോനാ ഇങ്ങനെ പോലെ പറന്നെത്തുന്ന. ഒന്ന് പോടാ. സാഗർ എന്ന ഉഴപ്പനെ മാത്രമേ അമ്മയ്ക്കറിയൂ. ജാക്കി എന്ന കഠിനാധ്വാനിയെ അമ്മ കാണാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. ലാലേട്ടൻ പറഞ്ഞാ പിന്നെ അപ്പീലില്ലല്ലോ. സവാരി ഗിരിഗിരി. അതാണ്. പിന്നെ ഈ വീട്ടിലെ ജോലികളും എന്റെ കാറ്ററിംഗ് ജോലികളെല്ലാം ഞാൻ ചെയ്തോളാം. അതിന്റെ വലിയ ഹെൽപ്പ് ഒന്നും എനിക്ക് വേണ്ട. പിന്നെ എന്ത് സഹായ ഈ ജാക്കിയിൽ നിന്ന് അമ്മ പ്രതീക്ഷിക്കുന്നത്? എന്റെ പഠിത്ത കാര്യങ്ങളില് നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ സംശയങ്ങളെല്ലാം ഒന്ന് തീർത്തു തരണം. ബാലുവിന് ഓഫീസിൽ എന്തോ വലിയ വർക്ക് കാരണം തീരെ സമയം ഉണ്ടാവില്ല. പറഞ്ഞ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫാണ്. എങ്കിലും നോക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടി ചോദിച്ചോളൂ.
അത് കേട്ടാ മതി സാറേ. സബ്രോं की जिंदगी जो कभी नहीं खत्म हो जाती है. അമ്മ കാരണം മോന്റെ മനസ്സമാധാനം പോയല്ലേ. അമ്മ ചെയ്തത് അത്രയ്ക്ക് വലിയ തെറ്റാന്ന് മോന് തോന്നുന്നുണ്ടാ? നീ എന്തെങ്കിലും ഒന്ന് പറ ബാലു. അപർണ എന്നെ വിളിച്ചിരുന്നു. അമ്മയുടെ സങ്കടങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. അതൊക്കെ അവള് പറഞ്ഞ് ഞാൻ അറിയേണ്ട കാര്യങ്ങളല്ല. എങ്കിലും അവളെ അമ്മ വിശ്വാസത്തിൽ എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടമ്മേ. അമ്മയുടെ തീരുമാനത്തിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കാത്ത സങ്കടങ്ങളിലൂടെയൊക്കെ അമ്മ ജീവിച്ചു. ഞങ്ങളെ 3 മക്കളെ വളർത്താൻ വേണ്ടി അമ്മ പോരാടി. അമ്മയുടെ അഭിമാനത്തെക്കാളും സന്തോഷത്തെക്കാളും വലുതായിട്ട് ഞങ്ങൾക്ക് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. പക്ഷേ മീനാക്ഷി ചെറിയ കുട്ടിയാണ്. അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കാൻ അവൾക്ക് നമ്മളല്ലാതെ മറ്റാരാ ഉള്ളത്? അക്ഷരം പഠിക്കുന്നതും അറിവ് നേടുന്നതും ഏതൊരാൾക്കും അഭിമാനം തന്നെയാണ്. പക്ഷേ അവളുടെ സ്കൂളിൽ തന്നെ അമ്മ അത് അവൾക്കുണ്ടാക്കുന്ന മാനസിക പ്രയാസവും വിഷമവും കൂടി നമ്മൾ കണക്ക് എന്തിനാ കണ്ണു നിറയുന്നത്? എന്റെ അമ്മയെ പോലെ വേറെ ഏത് സ്ത്രീയുണ്ട് ഈ ലോകത്തിൽ? അമ്മ എന്നും ഞങ്ങൾക്കൊരു റോൾ മോഡൽ തന്നെ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും എന്റെ അമ്മയുടെ മുഖം ഒന്ന് ഓർത്താ മതി. എനിക്കെന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശക്തി കിട്ടും. അമ്മയുടെ ഈ പുതിയ ചുവടുവെപ്പിന് എന്റെ എല്ലാ സഹകരണവും കിട്ടും. അമ്മയ്ക്കിപ്പോ ആശ്വാസമായില്ലേ? ഇല്ല മോനെ, ഒരമ്മയ്ക്ക് മക്കളെല്ലാം ഒരുപോലെയാ. എന്റെ ഈ തീരുമാനം കൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മീനാക്ഷിയാ. ഓളും കൂടി എന്നെ മനസ്സിലാക്കണം. നല്ല മനസ്സോടെ എന്റെ തീരുമാനത്തെ അംഗീകരിക്കണം. ഓളൊന്നിച്ച് ഓളെ കൈയും പിടിച്ചിട്ട് ഒരു ദിവസമെങ്കിലും എനിക്ക് സ്കൂളിൽ പോണ്ടേ. എന്നാലേ ഈ അമ്മയ്ക്ക് ആശ്വാസാവും.
അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? വെളുപ്പിന് 3 മണിക്ക് തന്നെ എണീച്ച് ജോലി തുടങ്ങിയോ?